ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരെ, പരിശുദ്ധ സഭയുടെ അനുഗ്രഹീതമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ച് നോമ്പിൻ്റെ ഒരു തപസ്യയുടെ, നീണ്ട ഒരു തപസ്യയുടെ, ഒരു യാത്രയുടെ മധ്യാഹ്ന സമയത്തേക്ക്, മധ്യഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഓരോ നോമ്പുകളും നമ്മെ ഓർപ്പിക്കുന്നത് ഒരു പുതുക്കത്തിൻ്റെ, രൂപാന്തരീകരണത്തിൻ്റെ ഒരു പുതിയ വെളിച്ചം നമ്മിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഓരോ നോമ്പും നമ്മെ ഓർപ്പിക്കുന്നത്. എത്ര കണ്ട് നമ്മൾ നോമ്പുകൾ അനുഷ്ഠിച്ചാലും, എത്ര കണ്ട് പ്രാർത്ഥനകൾ നടത്തിയാലും, ഈ പ്രാർത്ഥനകളും നോമ്പുകളും എല്ലാം പലപ്പോഴും വിഫലമായി പോകുന്നത്, അത് നാം ഉദ്ദേശിക്കുന്നതിൻ്റെ നേർവിപരീതമായി പോകുന്നത് നമ്മുടെയൊക്കെ ചില കുറവുകൾ കൊണ്ട് ആണ് എന്ന് ഇന്നും നമുക്ക് അംഗീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ക്രിസ്തുവിനെ കാണുവാനായിട്ട്, തമ്പുരാനെ കാണുവാനായിട്ട് വന്ന ചെറുപ്പക്കാരനും ചോദിച്ച ചോദ്യം അത് തന്നെയാണ്. ഞാൻ എല്ലാ പ്രാർത്ഥനകളും നിർവഹിക്കാറുണ്ട്, ഞാൻ എല്ലാ നോമ്പ് ഉപവാസങ്ങളും അനുഷ്ഠിക്കാറുണ്ട്, നിന്റെ എല്ലാ കൽപ്പനകളും പാലിക്കാറുണ്ട്. അവിടെ ക്രിസ്തു പറയുന്നൊരു ചോദ്യമുണ്ട്. അവനോടൊരു ചെറിയ ചോദ്യം അവനോട് ചോദിക്കുകയാണ്, നിനക്ക് ഒരു കുറവുണ്ട്. തമ്പുരാനെ, നീ പറയുന്ന എല്ലാ കൽപ്പനകളും ഞാൻ പാലിക്കുന്നുണ്ട്, പക്ഷെ എന്താണ് എൻ്റെ കുറവെന്ന് എനിക്കിതുവരെ മനസ്സിലാകുന്നില്ല. നിനക്കൊരു കുറവ് ഉണ്ട് എന്ന് ക്രിസ്തു പറയുകയും ആ കുറവിനെ ഏറ്റെടുക്കുവാനായി, കണ്ടെത്തുവാനായിട്ട് അവൻ്റെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടാവുകയും ചെയ്യുക. ക്രിസ്തുവിനോട് പറയുകയാണ്, നിനക്കുള്ള സമ്പത്ത് വിറ്റ് നീ ദരിദ്രന്മാർക്ക് കൊടുക്കുക. പലപ്പോഴും മാനുഷികമായ ചിന്തകൾ കൊണ്ട് നമ്മുടെയൊക്കെ ചിന്തകളിൽ നാം ഒക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന ചില ധാരണകളിൽ നിന്ന് തിരികെ പോകുന്നതാവണം നമ്മുടെ ഓരോ നോമ്പ് കാലഘട്ടവും. നാം ധരിച്ചു വെച്ചിരിക്കുന്ന ചില മിഥ്യാധാരണകളിൽ നിന്ന് നാം കണ്ടെത്തേണ്ടുന്ന ചില സത്യങ്ങൾ, നമ്മുടെ ചില കുറവുകൾ, നമ്മുടെ നോട്ടത്തിൽ, മാനുഷികമായ നോട്ടത്തിൽ അതൊന്നും ഒരു വലിയ കാര്യമല്ലായിരിക്കാം. എന്നാൽ ക്രിസ്തുവിന്റെ കണ്ണിൽ നോക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന, നമ്മുടെ ഉയർച്ചയ്ക്ക്, നമ്മുടെ അഭിവൃദ്ധിക്ക് തടസ്സം നിൽക്കുന്ന ചില കാരണങ്ങളായിരിക്കാം. അത് ഈ നോമ്പിന്റെ കാലത്തിൽ കണ്ടെത്തുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്കിടയാവട്ടെ. അതിന് ഈ നോമ്പുകാലം ഉപകരിക്കട്ടെ.